ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിപ്രകാരം 2 ശീല് പാടാം. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലൻ കഷ്ടതമാച്ചൻ നോവൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരോത്തമനേ, ദാഹം നീക്കിട്ടൊഴുകിയ നീരാൽ ചോരയതാലും. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരോത്തമനേ, ദാഹം നീക്കിട്ടൊഴുകിയ നീരാൽ ചോരയതാലും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഗോകുൽത്തായിൽ ചൊരിഞ്ഞതായ നിൻ്റെ രക്തത്താലും നീരിനാലും, നിൻ്റെ തിരുവിലാവ് തുറന്നപ്പോൾ ഒഴുകിയതായ ചോരയാലും വെള്ളത്താലും ഞങ്ങളുടെ അന്തർദാഹം ശമിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ വേദനകൾ മാറ്റണമേ. ഇതാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. നമുക്ക് ആശ്വാസവും നമുക്ക് സമാധാനവും നമുക്ക് രോഗസൗഖ്യവും ആന്തരികമായ സൗഖ്യവും സമാധാനവും എല്ലാം ലഭിക്കുന്നത് കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ്. ക്രൂശിലെ തിരുബലിയിൽ നാം ആശ്രയിക്കുമ്പോഴാണ്. ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ തിരുബലിയിൽ നാം വിശ്വസിക്കുമ്പോഴാണ്. നാം ഇത് പറഞ്ഞുകൊണ്ട്, കർത്താവേ, നീ എനിക്ക് വേണ്ടിയല്ലേ ക്രൂശിൽ മരിച്ചത് എന്ന് അവനോട് പറഞ്ഞുകൊണ്ട് നാം അവൻ്റെ തൃപ്പാദത്തിലിരുന്ന് അവനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെല്ലാം ക്രൂശിൻ ചുവട്ടിൽ സമർപ്പിച്ച് നാം ഏറ്റുപറയുമ്പോൾ, നമുക്ക് കർത്താവിൻ്റെ തിരുസാന്നിധ്യം, അത്ഭുതകരമായ സാന്നിധ്യം, ആശ്വാസകരമായ സാന്നിധ്യം, ഇമ്പകരമായ സാന്നിധ്യം, അനുഗ്രഹകരമായ സാന്നിധ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ വേദനകളെല്ലാം പറയാം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിച്ചത് 2 വ്യക്തികളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നതിനെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു. കർത്താവ് പറയുന്നത് പരീശന്മാർ കേൾക്കുന്നുണ്ട്, പുരോഹിതന്മാർ കേൾക്കുന്നുണ്ട്, ശാസ്ത്രിമാർ കേൾക്കുന്നുണ്ട്. അവരെല്ലാം തൻ്റെ മുമ്പിൽ വരുമ്പോൾ കർത്താവ് യാതൊരു മറയും കൂടാതെ എല്ലാം തുറന്ന് പറയുകയാണ്. സൃഷ്ടാവ് ഓരോരുത്തരുടെയും ഹൃദയം കണ്ടുകൊണ്ട് പറയുകയാണ്. അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം കണ്ടുകൊണ്ട് പറയുകയാണ്. തന്നെ ചോദ്യം ചെയ്യാനും തന്നെ അവിശ്വസിക്കാനും ഒത്തുകൂടുന്നവരോട് അവരുടെ ഹൃദയം കണ്ടുകൊണ്ട് കർത്താവ് അവരോട് വചനം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, ഞാൻ നിന്നെ വാഴ്ത്തുകയാണ് എന്നാണ് പരീശൻ പറയുന്നത്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പറയുന്നത്. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. എനിക്ക് ചില മേന്മകളൊക്കെ പറയാനുണ്ട്, ചില അവകാശവാദങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നുണ്ട്. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. എനിക്ക് കിട്ടുന്നതായ നേട്ടങ്ങളിൽ, എനിക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളിലെല്ലാം ഞാൻ പതാരം കൊടുക്കുന്നു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായനോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഈ ചുങ്കക്കാരന് വേറെ ഒരു അവകാശവാദങ്ങളും പറയാനില്ല. ചുങ്കക്കാരന് അവൻ്റെ നന്മയൊന്നും പറയാനില്ല. ചുങ്കക്കാരന് മറ്റുള്ളവരുടെ ആരുടെയും കുറ്റം കാണുവാനായിട്ട് ഒന്നും സാധിക്കുന്നില്ല. മറ്റാരുടെയും കുറ്റം അവൻ കാണുന്നില്ല.
തൻ്റെ കുറ്റം മാത്രം കണ്ടുകൊണ്ട് ചുങ്കക്കാരൻ ദൂരെ മാറി നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവന് വേറെ ആരുടെയും കാര്യം പറയാനില്ല, തൻ്റെ മേന്മകളൊന്നും അവന് പറയാനില്ല. എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവം, അഗ്നിജ്വാലയ്ക്കടുത്ത കണ്ണുള്ളവൻ, അവൻ്റെ മുമ്പിൽ തനിക്ക് ഒന്നും ആരുടെയും കുറ്റം കാണാനില്ല. പക്ഷേ തൻ്റെ തന്നെ കുറ്റമാണ് അവൻ കാണുന്നത്, തൻ്റെ സ്വന്തം പാവങ്ങളാണ് അവൻ കാണുന്നത്. ആ നിത്യനായ ദൈവത്തിൻ്റെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ, മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ, തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് നാം വിശ്വസിച്ചു. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് ഒരു മേന്മയും അവകാശങ്ങളും ഒന്നും പറയുവാനില്ല. അവനാകെ കാണുന്നത് അവൻ്റെ പാവം മാത്രമാണ്. അവൻ മാറത്തടിക്കുകയാണ്. അവൻ്റെ ഹൃദയം തകർന്നാണ് അവൻ നിലവിളിക്കുന്നത്. അവൻ്റെ ഹൃദയം തകർന്നുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ, പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കർത്താവ് പറയുന്നത് എന്താണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവന് നീതി കിട്ടി, ദൈവികമായി നീതി കിട്ടി. ദൈവം അവനെ നീതീകരിച്ചു. അവൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു, അവൻ്റെ കുറ്റങ്ങളെ അവൻ കണ്ടു. ആ കുറ്റങ്ങൾ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഏറ്റുപറഞ്ഞു. അപ്പോൾ ദൈവം തന്നെ, ഉടയവനായ ദൈവം തന്നെ, സൃഷ്ടാവായ ദൈവം തന്നെ, അവൻ്റെ അകവും പുറവും അറിയുന്ന ദൈവം തന്നെ അവൻ്റെ സകല പാപങ്ങളും അവനങ്ങ് തുടച്ചു മാറ്റിക്കളഞ്ഞു. അവനെ നീതീകരിച്ചു. അവനെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റവൻ അങ്ങനെയല്ല. അവൻ തന്നെത്താൻ ഉയർത്തിയവനാണ്. തന്നെത്താൻ ഉയർത്തിയവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ ആര് ഉയർത്തുന്നുവോ, തന്നെ ഉയർത്തുന്നത് ആരോ അവനെ ദൈവം താഴ്ത്തും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആരെല്ലാം തന്നെത്താൻ താഴ്ത്തുന്നുവോ അവനെ ദൈവം ഉയർത്തും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. വലിയൊരു പാഠം നമ്മുടെ കരുണയുടെ കർത്താവിൻ്റെ നാവുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ഈ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്, നമുക്ക് പഠിക്കുവാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരീശന് നീതീകരണം കിട്ടാത്തത്? ഈ ചുങ്കക്കാരനോ അവന് നീതീകരണം കിട്ടി. ചുങ്കക്കാരൻ പാപിയാണ്, താൻ പാപിയാണെന്ന് ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ജോലിയാണ് അവനുള്ളത്. ഒരു നിശ്ചിത തുക സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി തുക എത്രയുണ്ടെങ്കിലും അവന് സ്വന്തമായി അത് എടുക്കാമെന്നാണ് അന്നത്തെ നിയമം. അതുകൊണ്ട് അവൻ എല്ലാവരോടും കൊള്ളയടിച്ച് വാങ്ങുന്നവനാണ് ഈ ചുങ്കക്കാരൻ. കൊള്ളയടിച്ച് ആവശ്യത്തിലധികം അല്ലെങ്കിൽ നിയമത്തിന് ഉപരിയായിട്ടുള്ള കളക്ഷൻസ് അല്ലെങ്കിൽ പിരിവുകൾ നടത്തുന്നവനാണ് അവൻ. പക്ഷേ ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി. തൻ്റെ കുറ്റങ്ങളെല്ലാം അവൻ കണ്ടു, അവൻ അനുതപിച്ചു. ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പരീശനോ, എന്താണ് അവന് പറ്റിയ അബദ്ധം? ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം, അവൻ്റെ പ്രാർത്ഥന തന്നെ അതൊരു സെൽഫ് സെൻറ്റേർഡാണ്, സ്വയാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. എന്താണ് അവൻ പറയുന്നത്? അവൻ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. അവൻ വിളിക്കുന്നതൊക്കെ ദൈവമേ എന്ന് തന്നെയാണ്. പക്ഷേ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അടുത്ത വാക്ക് ദൈവമേ എന്ന്. ഇതെങ്ങനെയാണ് യോജിക്കുന്നത് പ്രിയപ്പെട്ടവരെ? അതാണ് ഭോഷ്കായ പ്രാർത്ഥന. ആ പ്രാർത്ഥന തന്നെ ഭോഷ്കാണ്. അവിടെ ഒരു വ്യാജമുണ്ട്. ദൈവമേ എന്ന് വിളിക്കുമ്പോഴും അവൻ പറയുന്നത് തന്നോട് തന്നെയാണ്. അവൻ ദൈവത്തെയല്ല കാണുന്നത്, ദൈവത്തിൻ്റെ മുഖമല്ല അവൻ അന്വേഷിക്കുന്നത്, ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ആ താഴ്മ അവനില്ല, ആ വിനയം അവനില്ല, അവന് പാവബോധമില്ല. ദൈവമേ എന്ന് പറയുമ്പോഴും അവൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്ന് അവൻ പറയുമ്പോഴും പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ
ദൈവമേ പിടിച്ചുപറിക്കാർ, മറ്റുള്ളവരെല്ലാം പിടിച്ചുപറിക്കാരാണ്, നീതികെട്ടവർ, നീതികെട്ടവരാണ്, വ്യഭിചാരികൾ, വ്യഭിചാരികളാണ്. മുതലായ ശേഷം മനുഷ്യരെ പോലെയോ? ഈ ശേഷം മനുഷ്യരെല്ലാം ഈ ഒന്നുകിൽ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ അവൻ പിടിച്ചുപറിക്കാരനാണ്, അല്ലെങ്കിൽ നീതികെട്ടവനാണ്, മറ്റുള്ളവരെല്ലാം പാപികളാണ്. അതാണ് അവൻ പറയുന്നത്. ഈ തൻ്റെ അടുത്ത് നിൽക്കുന്നതായ ഈ ചുങ്കക്കാരനെ പോലെയും ഞാനല്ല, ഈ ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല ഞാൻ. മറ്റുള്ളവരെ ധിക്കരിക്കുന്നു, മറ്റുള്ളവരുടെ കുറ്റം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഭോഷ്കായ പ്രാർത്ഥന, മറ്റുള്ളവരെ വിധിക്കുന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, നാം ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെല്ലാം പേറിക്കൊണ്ട്, നമ്മുടെ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ മറ്റാരെയും കുറ്റം കാണാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. ഒരിക്കലും ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയില്ല. എത്ര കണ്ട് പ്രാർത്ഥിച്ചാലും ദൈവമേ, എനിക്ക് സ്വന്തമായൊരു അരിഷ്ടത വന്നില്ലെങ്കിൽ, ഒരു പാവബോധം എന്നിൽ വന്നില്ലെങ്കിൽ, ഒരു തകർന്ന ഹൃദയം എന്നിലില്ലെങ്കിൽ ഒരിക്കലും ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വരികയില്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ എന്നാണ് ദൈവത്തിൻ്റെ വചനം. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനോട് നാം എന്ത് പ്രാർത്ഥിച്ചാലും പ്രിയപ്പെട്ടവർ, ആ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവ് ആ പ്രാർത്ഥന ശ്രദ്ധിച്ച് നമുക്ക് ഉത്തരമരണമെങ്കിൽ, നമ്മളെ കടാക്ഷിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകണമെങ്കിൽ, കർത്താവിൻ്റെ കാരുണ്യത്തോടു കൂടിയ ഒരു നോട്ടം പോലും നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ടാകണം? പാപബോധം വരണം. സ്വന്തം പാപങ്ങളെ കണ്ടുപിടിക്കണം, നാം അനുദപിക്കണം. ദൈവത്തിന് സ്തോത്രം. തകർന്ന ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. അരിഷ്ടനാനും മനസ്സ് തകർന്നവനും വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ, അവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. ഈ പാപബോധം വരാൻ കാരണം അവൻ വചനം ശ്രദ്ധിച്ചവനാണ്, അവൻ വചനം കേട്ടവനാണ്, അവൻ വചനം ധ്യാനിച്ചവനാണ്. വചനത്തിലേക്ക് നാം ശ്രദ്ധ വെച്ചാൽ, വചനത്തിലേക്ക് നോക്കിയാൽ, വചനം കേട്ടാൽ മാത്രമേ അരിഷ്ടത വരികയുള്ളൂ, ഹൃദയം തകരുകയുള്ളൂ, പാപബോധം വരികയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ വചനം എന്ന് പറയുന്നത്, സത്യവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ മാത്രമേ പാപബോധം വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് പാപബോധം കിട്ടിയത്, തകർന്ന ഹൃദയം കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അനുഭവത്തോട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ തിരുവചന നാവിൽ നിന്ന് കേട്ടപ്പോഴാണ് എൻ്റെ ഹൃദയം തകരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ആളായിരുന്നു, ഞാൻ കൂട്ടായ്മ നടത്തുന്ന ആളായിരുന്നു പള്ളിയിൽ. പക്ഷേ ഒരു അനുതാപമുള്ള ഹൃദയം, ഒരു തകർന്ന ഹൃദയം എനിക്കന്ന് കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ ഈ പരീശനെ പോലെ തന്നെയായിരുന്നു. ഞാൻ മറ്റുള്ളവരെല്ലാം കുറ്റം കണ്ടു, ഞാൻ എൻ്റെ കുറ്റം കണ്ടില്ല. എൻ്റെ പാപം ഒരിക്കലും ഞാൻ ചിന്തിച്ചു പോലുമില്ല. ആ പാപത്തെക്കുറിച്ച് ഒരിക്കലും എനിക്കൊരു ബോധം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അഥവാ പാപം വന്നുവോ, എനിക്ക് നീതീകരണങ്ങളുണ്ടായിരുന്നു, സ്വയം ന്യായീകരണങ്ങളുണ്ടായിരുന്നു, സ്വയമായ ചില ആർഗ്യുമെൻറ്റ്സ് എനിക്കുണ്ടായിരുന്നു. അതാണ് എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ദേഷ്യപ്പെട്ടത് എന്നോട് അങ്ങനെ ഇടപെട്ടതുകൊണ്ടല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയെല്ലാം പല പല ന്യായീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്വയം നീതി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ എൻ്റെ പാപം കാണാൻ എനിക്ക് സാധിച്ചില്ല. പാപത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ബോധം വന്നിരുന്നില്ല. എന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതായ കൂട്ടായ്മയിൽ വന്നപ്പോൾ അനുഗ്രഹീതനായ ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി വചനം പറയുന്ന ദൈവദാസൻ നാവിൽ കൂടെ വചനം കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആദ്യ തവണ തന്നെ ഞാൻ അവിടെ കണ്ണുനീര് ഒഴുക്കുവാൻ തുടങ്ങി. ഞാൻ തകർന്ന് കരയുവാൻ തുടങ്ങി. എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വേദന, വലിയൊരു ഒരു അരിഷ്ടത എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ തകർന്ന് കരയുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭാഗ്യമായിപ്പോയി. പിന്നീട് ഞാൻ സ്ഥിരമായ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ വചനം കേൾക്കുമ്പോഴും എനിക്ക് പാവബോധം വന്നു. ഞാനൊരു കോപിഷ്ഠനാണെന്നും, എൻ്റെ കുടുംബം കലക്കുന്നവൻ ഞാനാണെന്നും, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കാണുന്നവനാണെന്നും, എനിക്ക്
എൻ്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടെന്നും ഞാൻ പുറമേ അശുദ്ധിയൊന്നും ചെയ്യാത്തപ്പോഴും അശുദ്ധി എന്ന മഹാഭാവം എൻ്റെ ജീവിതത്തിൽ രക്തത്തിൽ കലർന്ന് കിടക്കുന്നുണ്ടെന്നും എല്ലാം എനിക്ക് ബോധ്യം കിട്ടി. ഞാൻ വലിയ മോഷണത്തിനൊന്നും പോകുന്നില്ല, പക്ഷേ ഞാനൊരു കള്ളനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ചോദിച്ചില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ അധ്വാനിക്കുന്നില്ല. എനിക്ക് അതിനുള്ള ഉത്സാഹമില്ല. എന്നാൽ കണ്ടക്ടർ അത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത് മോഷണമാണെന്ന്, അതൊരു കള്ളത്തരമാണെന്നും, അത് വ്യാജമാണെന്നും, അത് പോഷ്കാണെന്നും പ്രിയപ്പെട്ടവരെ ഞാൻ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ എത്ര കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശിയപ്പോൾ ഞാൻ തകർന്ന് കരയുവാൻ തുടങ്ങി. ദൈവമേ, ഞാനൊരു മഹാകള്ളനാണ്. ദൈവമേ, ഞാൻ വ്യാജനാണ്. ഞാൻ നുണ പറയുന്നവനാണ്. ദൈവമേ, ഞാൻ അശുദ്ധനാണ്. യാതൊരു തരത്തിലുള്ള വിശുദ്ധിയും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവേ. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിൻ്റെ അരികെ ത്രോണോസിൻ്റെ അരികെ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു രീതിയും എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ മധുബായിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു ഭയവും കൂടാതെ ഈ പാവവും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ മധുബായിൽ ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവർ, എന്നാൽ അന്നൊന്നും എനിക്കൊരു ഭയം ഉണ്ടായില്ല. എന്നാൽ ഈ ബഹുമാനപ്പെട്ട സാറിൻ്റെ യോഹന്നാൻ സാറിൻ്റെ നാവിൽ കൂടെ വചനം കേട്ടപ്പോൾ പിന്നെ ആ പള്ളിയുടെ മധുബായിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ കാലുകൾ വിറയ്ക്കുമായിരുന്നു. ഞാൻ കണ്ണീരൊഴുക്കി, ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന് ശേഷമല്ലാതെ പിന്നീട് ഞാൻ ആ മധുബായിൽ കയറിയിട്ടില്ല പ്രിയപ്പെട്ടവർ. കാരണം അത് വിശുദ്ധ സ്ഥലമാണെന്ന് എനിക്കറിയാം. തീയല്ലോ ഈ മധുബ, തീ ഇതിനെ ചുറ്റുന്നു എന്ന് പിതാക്കന്മാർ എഴുതി വെച്ച ആ പാട്ടിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഓരോ ആരാധനാ ഗീതങ്ങളുടെയും ആരാധനയുടെ ആ ക്രമങ്ങളുടെയും എല്ലാ അർത്ഥവും അതിൻ്റെ ആഴങ്ങളും സാറ് വിശദീകരിച്ച് കേൾപ്പിച്ചപ്പോൾ എനിക്കതെല്ലാം വളരെ അത്ഭുതകരമായി തോന്നി, അത് ഇമ്പകരമായി തോന്നി. പിന്നെ ഞാൻ അതിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അതെല്ലാം വായിച്ച് മനസ്സിലാക്കുവാനും ആഴങ്ങൾ ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ കൂടി എല്ലാം എന്തോ ആഗ്രഹിച്ചുവോ അതിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ, പൂർവികരായ പുണ്യപിതാക്കന്മാർ എന്തെല്ലാമാണോ അതിൽ കൂടി വിവക്ഷിച്ചത്, അതേ സ്പിരിറ്റിൽ തന്നെ, അതേ ആത്മാവിൽ തന്നെ ആ ആരാധനകളിൽ സംബന്ധിക്കുവാൻ, കണ്ണുനീരോടെ സംബന്ധിക്കുവാൻ പിന്നീട് ദൈവം എനിക്ക് കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ഈ കേൾക്കുന്നവരെല്ലാം ഓരോ സഭകളിൽപ്പെട്ടവരാണല്ലോ. അവരവരുടെ സഭകളിലെ ആരാധനകളും അവരവരുടെ സഭയുടെ ആരാധനയുടെ അടിസ്ഥാനങ്ങളും എല്ലാം മനസ്സിലാക്കി തകർന്ന ഹൃദയത്തോടെ അതിലെല്ലാം സംബന്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാം, നിങ്ങൾക്ക് സ്തുതിക്കാം, നിങ്ങൾക്ക് ആരാധിക്കാം. ഹൃദയത്തിൻ്റെ അന്തരംഗത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സ്വർഗീയ ആരാധനയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. സ്വർഗത്തിലെ ദൂതന്മാർ വന്ന്, മാലാഖമാർ ഗണമായി ഇറങ്ങി വന്ന് ആ സംബന്ധിക്കുന്നതായ ആ ബലിവേദിയിൽ നിങ്ങൾക്കും സംബന്ധിക്കാം. എന്തൊരു മഹാഭാഗ്യമാണ്, എന്തൊരു കൃപയാണ് പ്രിയപ്പെട്ടവരെ. എന്തൊരു ദൈവിക ദാനമാണത്. ദൈവത്തിന് സ്തോത്രം. ഒരു അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ സത്യവചനം കിട്ടുന്നിടത്ത് ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് മുഖം നോക്കാതെ സത്യവചനം വിളിച്ചു പറയുന്നിടത്ത്, പരിശുദ്ധാത്മാവിൻ്റെ വചനമുള്ളിടത്ത് തന്നെ നിങ്ങൾ സംബന്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു കൃപയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. എങ്ങനെയാണ് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കണ്ടത് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന തന്നോട് തന്നെ, പോഷ്കായ പ്രാർത്ഥന. അവൻ മറ്റുള്ളവരെ ധിക്കരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കുറ്റം കണ്ടുകൊണ്ട്, മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുന്നു. ശേഷം മനുഷ്യരെ പോലെയോ ഞാനല്ല. ഈ ശേഷം മനുഷ്യരെല്ലാം പിടിച്ചുപറിക്കാർ, അല്ലെങ്കിൽ നീതി കെട്ടവർ, വ്യഭിചാരികൾ, ഇങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവരാണെന്നാണ് അവൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിക്കാം റോമർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ?
നീ ദൈവത്തിൻ്റെ ന്യായമായ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ മറ്റുള്ളവരെ വിധിക്കുന്നു, എന്നിട്ട് ആ തെറ്റ് തന്നെ അവരെ നീ വിധിച്ചത് ഏത് കാര്യം കൊണ്ടാണോ അത് തന്നെ ചെയ്യുന്ന നീ ദൈവത്തിൻ്റെ സത്യമായ, ദൈവത്തിൻ്റെ യഥാർത്ഥമായ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. ദൈവം നിന്നെ വിധിക്കും. അടുത്ത വാക്യം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തത്തിലേക്ക് നടത്തുന്നുവെന്നറിയാതെ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തത്തിലേക്ക് നടത്തുന്നുവെന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുകയാണോ? ദൈവം നിന്നെ ദീർഘക്ഷമയോടെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാമോ? നീ മറ്റുള്ളവരുടെ നല്ല തല നിവർത്തി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം നീ വിധിക്കും, മറ്റുള്ളവരെ കുറ്റം പറയും. എന്നാൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് മോനെ നിന്നെ ഇതുവരെ നിലനിർത്തിയത്. നീ അറിയുന്നുണ്ടോ? നിൻ്റെ പാപത്തിനൊത്തവണ്ണം നിന്നെ ന്യായം വിധിച്ചെങ്കിൽ, ദൈവം നിന്നെ ഇതിനകം വിധിച്ചെങ്കിൽ നീ ഭൂമുഖത്ത് കാണുമായിരുന്നില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷാന്തിയാണ് നിന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് നീ അറിയുന്നുണ്ടോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിച്ചു വെക്കുന്നു. നീ ഇതുപോലെ മറ്റുള്ളവരെ വിധിക്കുന്ന നീ നിനക്ക് തന്നെ ദൈവത്തിൻ്റെ കോപം ചരതിച്ചു വയ്ക്കുന്നു, കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നു, കോപം നീ നിക്ഷേപമായിട്ട് കൂട്ടിക്കൂട്ടി വയ്ക്കുന്നു. ദൈവത്തിൻ്റെ കോപം, പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവിതത്തിൽ പാപമിരിക്കെ മറ്റുള്ളവരെ വിധിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്ന ഒരു നാളുണ്ട്, ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ ന്യായം വിധിക്കുകയില്ല. ഇനി 11-ാം വാക്യം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അന്ന് ദൈവം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. വീണ്ടും 19-ാം വാക്യം മുതൽ. ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. നിന്നെ തന്നെ നീ വിധിക്കുകയാണ്. നിന്നെ തന്നെ കരുതുന്നത് എങ്ങനെയാണ്? നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം. അതെ, ഞാൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചമാണെന്നാണ് നീ ധരിക്കുന്നത്. മൂഢരെ പഠിപ്പിക്കുന്നവൻ. ഞാൻ മൂഢരെ പഠിപ്പിക്കുന്ന, മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ മൂഢരെ മറ്റുള്ളവരൊക്കെ മൂഢരാണ്, അവരെ ഞാൻ പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നാണ് നീ ചിന്തിക്കുന്നത്. ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ, ശിശുക്കൾക്ക് ഞാൻ ഉപദേഷ്ടാവാണ്, ഇങ്ങനെയെല്ലാം സ്വയമായ ചില ക്രെഡിറ്റുകൾ നിനക്കുണ്ടെങ്കിൽ, ഇങ്ങനെയെല്ലാം നീ ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതേ എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതേ എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? എനിക്ക് ന്യായപ്രമാണം ഉണ്ടെന്ന് പറഞ്ഞ് തല ഉയർത്തി നടക്കുന്ന, ന്യായപ്രമാണത്തിൽ അഹങ്കരിക്കുന്ന നീ ആ ന്യായപ്രമാണത്തെ നീ ലംഘിക്കുന്നുവോ? നീ തന്നെ അതിനെ ലംഘിക്കുന്നവനാണോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളവരുടെ നിമിത്തം എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടാനിടയാകും. ദൈവവൈതലേ, നീ ഒരു ദൈവികമായ കൂട്ടായ്മയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിലാണോ നിൽക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ അംഗമാണോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ആ കൂട്ടായ്മയുടെയോ അല്ലെങ്കിൽ ആ സഭയുടെയോ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടാൻ നീ ഇടയാക്കരുത്. അത് നിനക്ക് തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകും. 28-ാം വാക്യം മുതൽ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ കാണിച്ചു കൊടുത്തൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. നിന്റെ ഇമേജ്, യഥാർത്ഥമായ നിന്റെ ഇമേജ് എന്താണ്? പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. പുറമേ ജഡത്തിലുള്ളതായ എന്തെങ്കിലും കർമ്മമാർഗങ്ങൾ, അതൊന്നും അല്ല പരിച്ഛേദന. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അകമേ നിന്റെ ഹൃദയം, നിന്റെ അന്തരംഗം, നിന്റെ ഹൃദയം, ആ ഹൃദയത്തിൽ നീ യഹൂദനാണോ? ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചവനാണോ? എങ്കിൽ അവൻ യഹൂദനാണ്. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. ആ അക്ഷരത്തിലുള്ള ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിക്കുന്നതായ ഒരു അന്തരംഗം, ഒരു ഇന്നർ ബീയിങ് നമുക്ക് വേണം. റോമർലേഖനം
8-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മറ്റുള്ളവനെ വിധിക്കുന്ന നീ ദൈവവേദലേ, ഇന്ന് നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ്, ആർദ്രമായ കണ്ണുകൾ, ഇതുവരെയും നിന്നെ സഹിച്ച ആ കണ്ണുകൾ നിങ്കിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്കാൻ കഴിയുമോ? എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അതുകൊണ്ടല്ലേ നീ ഇതുവരെയും പിടിച്ചു നിന്നത്. 8:33 മുതൽ വായിക്കാം. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ദൈവവേദലേ, നീ ഒരു മനുഷ്യനെ ശിക്ഷ വിധിക്കുമ്പോൾ, ഒരു മനുഷ്യനെ നീ വിധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം അവനെ നീതീകരിച്ചവനാണെങ്കിൽ നിനക്ക് തന്നെ അത് ദോഷം വരും. ദൈവം ഒരു മനുഷ്യൻ്റെ പാപം പൊറുക്കുന്നത്, പാപം ക്ഷമിക്കുന്നത് അവൻ കരയുമ്പോഴാണ്, അവൻ കണ്ണീരൊഴുക്കുമ്പോഴാണ്. നീ ഒരുത്തനെ ഇപ്പോൾ നിൻ്റെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് അവനെ ധിക്കരിക്കുന്നു, അവനെ വിധിക്കുന്നു. എന്നാൽ അവൻ തൻ്റെ ഹൃദയ തകർച്ച കൊണ്ട് ദൈവത്തോട് അനുതപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ നിരപ്പ് പ്രാപിച്ചെങ്കിൽ ദൈവം അത് അവന് ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ നീ ഇപ്പോഴും അവനെ തെറ്റുകാരനെന്ന് കണ്ട് അവനെ വിധിച്ചുകൊണ്ടിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ. ക്രിസ്തുയേശു മരിച്ചവൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? ദൈവവേദലേ, നീ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വസിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ കുറ്റം വിധിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നീ അടുത്തു വരുമോ? ക്രിസ്തുവിൻ്റെ മാറിൽ ചാരുമോ? ക്രിസ്തുവിൻ്റെ പാദത്തിൽ വീഴുമോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒന്നിനും സാധ്യമല്ല തീരുമാനത്തോടെ നീ വരുമോ? വീണ്ടും നമുക്ക് തുടർന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഞങ്ങളെ എണ്ണിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. എല്ലാത്തിലും ഒരു പൂർണ്ണ ജയം. ദൈവമേ, മറ്റുള്ളവരെ വിധിക്കുന്ന ഞാൻ ഇനി മേലാൽ കർത്താവേ, എൻ്റെ കുറ്റം മാത്രം ഞാൻ കാണുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമോ? പ്രിയപ്പെട്ടവർ, ഒരു നിത്യനായ ന്യായാധിപതിയായ ദൈവമുണ്ട്. എല്ലാം കണ്ടുവയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിൻ്റെ കുറ്റം കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാനില്ല. അവൻ്റെ മുമ്പിൽ നിന്നെ തന്നെ താഴ്ത്തുമോ? നിന്നെ തന്നെ സമർപ്പിക്കുമോ? യേശുവേ, കർത്താവേ, ഞാൻ എൻ്റെ പാപം കണ്ടില്ല. അനേകരെ പാപം കണ്ട് അവരോട് കോപിക്കുകയും അവരെ ധിക്കരിക്കുകയും ചെയ്തു, അവരെ ന്യായം വിധിക്കുകയും ചെയ്തു. കർത്താവേ, എന്നാൽ ഇതെല്ലാം എനിക്കൊരു വലിയൊരു മുഖപക്ഷം കൂടാതെയുള്ള ന്യായവിധി എൻ്റെ മേൽ വരുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. കർത്താവേ, ഇന്ന് എൻ്റെ മേൽ വന്ന ആ സകല ബന്ധനങ്ങളും ശാപദോഷങ്ങളും പാപങ്ങളും കഴുകിത്തരണമേ. നിൻ്റെ തങ്കച്ചോരിയെ ഞാൻ അഭയപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കരുണയുള്ള കർത്താവേ, ആണിപ്പാളുടെ കര ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശിരസിൽ വയ്ക്കണമേ. ഈ വചനം കേട്ട ഓരോ മക്കളുടെ മേലും തിരുരക്തം പുരട്ടണമേ. ഞങ്ങളെ നിൻ്റെ ജയമുള്ള സ്ലീവായാൽ മുദ്രയിടണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങി ഞങ്ങളുടെ പാപങ്ങളെ കത്തിച്ച് കളയണമേ. ആഴത്തിലുള്ള പാപബോധം തരണമേ. കണ്ണുനീര് തരണമേ. കർത്താവേ, അനുതാപമുള്ള ഹൃദയം തരണമേ. തിരുരക്തം പുരണ്ട കരം ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, നാളിതിന് വന്ന സകല പാപങ്ങളും നിന്റെ തിരുരക്തത്താ കഴുകി തരണമേ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. നമുക്ക് തീരുമാനിക്കാം. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. കരുണയുള്ള കർത്താവേ, തന്ന ദാനങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ ദൂതുകൾക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.